പിള്ളേരെ, ഇഷാന ഈ കൊമ്പ് പിടിച്ച് കയറിക്കോ. ഇത്രയും ഉയരത്തിൽ വന്നപ്പോ ഞാൻ വലിയ പുള്ളി ആയതുപോലെ, താഴെയുള്ളവരൊക്കെ വേറെ ഉറുമ്പുകളെ പോലെ. പാറു, ആ ഉറുമ്പ് നിന്റെ കാലിൽ കടിക്കുമ്പോ അറിയാം. എന്തിനാ ഈ പഴയ പലകകൾ വെച്ച് ഈടുണ്ടാക്കിയിരിക്കുന്നേ? വല്ല കിളികൾക്ക് താമസിക്കാനാണോ? കിളികളല്ലടി, നമുക്ക് പ്ലേ ടൈം സ്പെൻഡ് ചെയ്യണ്ടേ? ഇവിടെ ഇരുന്ന് ബിരിയാണി കഴിക്കുന്ന സുഖം നിനക്ക് അറിയാമോ? ആ കാറ്റും മണവും വിവരിക്കാൻ വയ്യ. കാറ്റൊക്കെ കൊള്ളാം, പക്ഷേ ഈ കൊമ്പ് ഇങ്ങനെ ആടുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. പാർക്കുട്ടി, നീ ഇതിനു മുമ്പ് എത്ര ഭാരം വരെ ഈ പലക താങ്ങുമെന്ന് ചെക്ക് ചെയ്തോ? നീ സയൻസ് ഒന്നും പറയല്ലേ ഇഷാന. നീ ആ ബിരിയാണി പത്ത് ഇങ്ങോട്ട് എടുത്തേ. വേഗം വേഗം തുറക്ക്, എനിക്ക് കൊതിയായിട്ട് വയ്യ. എന്താ പാർക്കുട്ടി, എന്നെ വിളിക്കാതെ ബിരിയാണി പാർട്ടി തുടങ്ങിയതാണോ? ഈ മരം നിൽക്കുന്നത് എന്റെ പുരയിടത്തിന്റെ അടുത്താണ്, അപ്പൊ എനിക്കും ഇതിലൊരു ഷെയർ ഉണ്ട്. എന്റെ ഈശ്വര, ഇത് എന്തരാ? മരപ്പാവയോ അതോ വല്ല അനുഗ്രഹ ജീവിയോ? ടീന, നീ എങ്ങനെ ഇവിടെ എത്തിയത്? മരത്തിന്റെ മുകളിൽ നീ മുട്ടയിട്ട് വിരിഞ്ഞതാണോ? തമാശ കളിക്കല്ലേ പാറു, ഞാൻ താഴെ നിങ്ങൾ വരുന്നത് കണ്ട് വേഗം കയറിയതാ. ഈ ട്രീ ഹൗസ് വടക്ക. അപ്പോ ഈ ബിരിയാണി നീ അത് തന്നില്ലെങ്കിൽ ഞാൻ ഈ പലകയുടെ ആണി ഇളക്കിയെടുക്കും. ടീന, വേണ്ട, അത് ഇളക്കിയാൽ നമ്മൾ 4 പേരും കൂടെ നേരെ ഹോസ്പിറ്റലിൽ പോയി ബിരിയാണി കഴിക്കേണ്ടി വരും. നോക്ക് ടീന, ഞാൻ ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. നിനക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് റൈസ് തരാം. ലെഗ് പീസ് മാത്രം ചോദിക്കരുത്. എന്റെ ചെവി അടഞ്ഞു പോകുന്നു. നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടെ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? മരം അടുന്നത് ആരും കണ്ടില്ലേ? അടടാ പാറു, നീ വലിയ ഗുണ്ടാവാൻ നോക്കണ്ട. ഈ മരത്തിലെ രാജാവിനാണ് വേണം. ഐഷു ഐഷു, ടീനേനെ ഒന്ന് പേടിപ്പിച്ചേ. ഞാനങ്ങനെ പേടിപ്പിക്കാനാ പാറു? എനിക്ക് ഈ ഉര കണ്ടിട്ട് തല കറങ്ങണ്. ആ ബിരിയാണി അവൾക്ക് കൊടുത്തു വിട്ടേക്ക്, നമുക്ക് താഴെ പോയി കഞ്ഞി കുടിക്കാം. ഒരിക്കലുമില്ല, ഇതെന്റെ അന്തസ്സിന്റെ പ്രശ്നമാണ്. ടീന, നീ മര്യാദയ്ക്ക് അപ്പുറത്തെ കൊമ്പിൽ മാറിയിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ മുടി കെട്ടി നോക്കും. എങ്കിൽ തൂക്കിക്കോ. എടി മരപ്പട്ടികളെ, അവിടെ ഇരുന്ന് എന്ത് പ്രശ്നം നടത്തുക? പ്രിയ ചേച്ചി, ഈ ടീന ചുമ്മാ ഇരിക്കുന്നില്ല, മര്യാദയ്ക്ക് പോവാൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം കയറി വരുന്നുണ്ട്. അതൊക്കെ പാട്ടെ. ഡീ, ഇന്നലെ അമ്മ അടുക്കളയിൽ ചലിച്ച് ഇരുന്ന ബിരിയാണി ഉണ്ടല്ലോ കളയാൻ വെച്ചിരുന്ന, അത് നീ എടുത്തോ? അത് ചോദിക്കാനാ വന്നേ. അയ്യേ, ചളിച്ച ബിരിയാണിയോ? എനിക്കൊന്നും വേണ്ട. എടി പാറു, നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ബിരിയാണി എന്നല്ലേ പറഞ്ഞേ? അതിനാ ചുമ്മാ എട്ടിന് വേണ്ടി പറഞ്ഞാ ടീന? നീ അപ്പോഴത്തേക്ക് സീരിയസ് ആയിട്ട് എടുത്തോ? പിന്നെ എനിക്കൊന്നും വേണ്ടേ ബിരിയാണി? ടീന, എനിക്കും വേണ്ടേ ബിരിയാണി. നിനക്ക് വേണമെങ്കിൽ എടുത്തോ. നീയല്ലേ ഈ ബിരിയാണിക്ക് അടിവെച്ച. നിനക്ക് ഇതിലൊന്നും വേണ്ട, പീസ് പോലും വേണ്ട. ഈ ഇലയുടെ നീ കൊണ്ടുപോയിക്കോ. അയ്യേ, എനിക്കൊന്നും വേണ്ട, ഞാൻ പോന്നേ. ഞാൻ വിചാരിച്ചതേ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് അവിടെ വച്ചിരിക്കാന്നാ. ചളിച്ചല്ല, ലുക്കൊന്നും പോയിട്ടേ ഇല്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. പെട്ടെന്ന് എനിക്ക് സബ്സ്ക്രൈബ് ഒക്കെ ആക്കി എടുക്കണ്ടേ? നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്തവരാണ്. ഇതുപോലെ നിങ്ങളുടെ പേര് മാറണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി കമന്റ് ഇടുക. പിന്നെ ഗൈസ്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആരാണ് ഈ ട്രീ ഹൗസിൽ ആദ്യം കയറിയത്? കറക്റ്റ് കമന്റ് ഇടുന്നവരെ പിൻ ചെയ്ത് ഹാർട്ട് തന്ന് റിപ്ലൈ തന്ന് ലൈക്ക് തരുന്നതായിരിക്കും. തെറ്റിച്ചാലും കുഴപ്പമില്ല, തെറ്റിച്ചാലും നമ്മൾ ലൈക്ക് തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.